ശിവകുടുംബം സന്തോഷത്തോടെ വസിക്കുന്നതിനിടയിൽ ഒരു ദിവസം നാരദ മഹർഷി ആഗതനാകുന്നു. നാരായണ നാരായണ. എന്താണ് നാരദ അങ്ങയുടെ ആഗമനോദ്ദേശം? എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടാവും? നാരായണ നാരായണ. ഭഗവാനെ, ഏറ്റവും അമൂല്യമായ വിശിഷ്ടമായ ഒരു മാമ്പഴം എനിക്ക് ലഭിച്ചു. ഇത് വെറും പഴമല്ല, ജ്ഞാനപ്പഴമാണ്. ഇത് ഞാൻ പരമ്പൊരുളായ മംഗളസ്വരൂപനായ അങ്ങേക്കല്ലാതെ ആർക്കാണ് നൽകുക? ഓഹോ, അപ്പോൾ ഇന്ന് മാമ്പഴവുമായിട്ടാണ് വരവ്. ഇന്നത്തെ കഥാപാത്രം മാമ്പഴമാണല്ലേ? മഹാദേവ, ഇങ്ങനെ പരിഹസിക്കരുതേ. ആ പഴം സ്വീകരിക്കൂ. എന്റെ അർദ്ധാംഗിനിയും ശക്തിയുമായ ദേവി തന്നെ ഈ പഴത്തെ ഭുജിച്ചാൽ ഇതാ. വേണ്ട വേണ്ട, അന്ന് തന്നെ ഭുജിച്ചാലോ? ഇത് ദേവിക്കായിട്ടാണ് കൊണ്ടുവന്നത് അല്ലേ നാരദ? എങ്കിൽ ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം, അവർക്ക് സന്തോഷമാവും. അമ്മേ, അച്ഛാ, എനിക്കിതാ മാമ്പഴം, എനിക്കിതാ. എങ്കിൽ ഞാനിത് മുറിച്ചു തരാം. നാരായണ നാരായണ. അത് മുഴുവനും കഴിക്കണം, എങ്കിലേ ഫലം കിട്ടൂ. എന്നാൽ ഒരു പന്തയം വെക്കാം. നിങ്ങൾ രണ്ടുപേരിൽ ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് അവന് ഈ മാമ്പഴം നൽകുന്നതായിരിക്കും. എന്ത്, ഇത്രയാണല്ലോ? ലോകം ചുറ്റിയാണോ? ദാ എത്തിക്കഴിഞ്ഞു. അല്ല നാരദരെ, അച്ഛനും അമ്മയും ഈ ലോകത്തിന് അധിപരല്ലേ? എന്താ സംശയം? അച്ഛനമ്മമാരെക്കാൾ വലിയ ലോകമുണ്ടോ? അപ്പോൾ അവരെ വലം വെച്ചാൽ ലോകം ചുറ്റിയതുപോലെ ആവില്ലേ? ആ ആ, ആ. നാരായണ നാരായണ. ഈ മാമ്പഴം എങ്ങനെ ഏട്ടന് കിട്ടി? കൊള്ളാം, എല്ലാരും ചേർന്ന് നടത്തിയ നാടകം കൊള്ളാം. എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇനി എന്നെ ആരും അന്വേഷിക്കണ്ട. കാർത്തികേയ, മുരുക, വേഗമാ മോനെ, പറയുന്നത് കേൾക്കൂ. പോവല്ലേ, പോവല്ലേ. മുറുക, മാങ്ങ എടുത്തോളൂ, പോകല്ലേ. നീ ജ്ഞാനപ്പഴമാണ്. പഴത്തിന്റെ പേരിൽ നീ ഇവിടെ വന്നിരുന്നത് കൊണ്ട് ഇനി മുതൽ ഈ സ്ഥലം പഴം നീ പഴനി എന്നറിയപ്പെടും.